കാക്കമാര് കോപ്പി അടിച്ച വേറെ സാധനം കൂടി ഞാൻ കാണിച്ചു തരാൻ പോണേ. കണ്ടാൽ നിങ്ങൾ ഞെട്ടും. വേറൊന്നുമല്ല, നമ്മളുടെ ഒതുവെടുക്കുന്ന സാധനം. അതായത് ജൂതന്മാർ പ്രാർത്ഥിക്കാൻ പോണതിന് മുന്നേ ഒതുവെടുക്കുകയാണ്. ഇതെങ്കിലും ഒന്ന് കോപ്പി അടിക്കാതെ നിന്നൂടെ എൻ്റെ പൊന്നു കാക്കമാർ. ഇതെന്തൊരു കഷ്ടം നോക്കിയേ. പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ ആളെ നിങ്ങൾക്ക് മനസ്സിലാകും. യുക്തിവാദി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുസ്ലിം നാമധാരിയായ നമ്മളെ ആരിഫ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഇസ്ലാമിനെതിരെ വളരെ വൃത്തികെട്ട രീതിയിൽ ഒരുപാട് വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടി ചട്ടകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ആരിഫ് എന്ന് പറയുന്ന വൃത്തികെട്ട ഈ മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ അടുത്ത കാലത്തായി ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടിട്ടുണ്ട്. ഒന്ന് പ്രതികരിക്കണം, അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളായി. ഇപ്പോഴാണ് അതിനൊരു അവസരം ഒത്തുവന്നത്. അതുപോലെ തന്നെ വർഗീയ ശക്തികൾക്കെതിരെ ഇപ്പോൾ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാൾ നമ്മുടെ ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ. അവർ ഒരു കാലത്ത് ഇസ്ലാമിനെക്കുറിച്ചും അതിന് പോയതിന് ശേഷം ഒരുപാട് വൃത്തികെട്ട വീഡിയോകൾ ഇസ്ലാമിനെതിരെയും അതുപോലെ തന്നെ നമ്മുടെ മതത്തിനെതിരെയും എല്ലാം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ തൻ്റെ തെറ്റുകളും അതിലെ ന്യൂനതകളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചു വന്ന ഒരാളാണ് നമ്മുടെ ഷെഫീന ബീബി എന്ന് പറയുന്ന ഈ യൂട്യൂബർ. തീർച്ചയായിട്ടും നമ്മൾ ഒരാൾ തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ച് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അവരുടെ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ ആക്രമിക്കുകയും അവർക്കെതിരെ വീഡിയോ ചെയ്യുകയും ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് നമ്മുടെ ഒരു പക്ഷം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഷെഫീന ബീബി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ സംഘപരിവാർ ശക്തികൾ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ് ഷെഫീന ബീബി എന്ന് പറയുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹം നമ്മുടെ ആരിഫ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ, അദ്ദേഹം നമ്മൾ ഇസ്രായേലിൽ പോയൊരു വീഡിയോ ഇട്ടത് നമ്മൾ ഏവരും കണ്ടതാണ്. വളരെ വൃത്തികെട്ട, വളരെ മോശകരമായ രീതിയിൽ നമ്മളെ റസൂലിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അങ്ങേ അറ്റത്ത് അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം അവിടെ നിന്നൊരു വീഡിയോ ഇട്ടത്. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇസ്ലാമിൽ മാതാവിനെ ഭോഗിക്കാൻ അനുവാദം നൽകുന്നു എന്ന രീതിയിലുള്ള ഒരു പരാമർശം, അതുപോലെ തന്നെ 2 ആയത്ത് മോദിക്കൊണ്ട് അദ്ദേഹം വളരെ വൃത്തികെട്ട രീതിയിൽ അന്നൊരു വീഡിയോ ഇട്ടതാണ്. അന്ന് നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. തീർച്ചയായിട്ടും ഒരുപാട് വൈകിപ്പോയി. എന്നാലും ഇത്തരം ഒരു വൃത്തികെട്ട ഒരു സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടി ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഈ മനുഷ്യൻ ഇതിനൊക്കെ ശരിക്കും മറുപടി പറയുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ കൂടെ ഒന്നുമല്ല. ആൺകുട്ടികൾ കൈകൊണ്ട് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇത്തരം കക്കൂസുകളെ തോണ്ടി കൈകൾ നാറണ്ട എന്നൊരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇപ്പോഴും കേരളത്തിൽ ഞെളിഞ്ഞ് നടക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ ഏതൊരു ഈ ദുഷ്ടനെ പഠിച്ചവൻ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഈ കത്തൽ തീർച്ചയായിട്ടും ഇനിയൊരു അവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ഇതൊന്നുമല്ല ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ ഷെഫീന ബീബി ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇരുന്നു കൊണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയും ഒരുപാട് വാത്തോരാതെ പ്രസംഗിക്കുന്ന നമ്മുടെ ഈ ആരിഫ് എന്ന് പറയുന്ന വൃത്തികെട്ട ഈ മനുഷ്യൻ്റെ മുഖംമൂടി അയച്ച് കീറാൻ വേണ്ടി പോവുകയാണ് ഷെഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബർ. അദ്ദേഹത്തിൻ്റെ ഉമ്മയെയും ബാപ്പയെയും പോയി ഇൻ്റർവ്യൂ ചെയ്ത് അവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പങ്കുവെച്ച വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മിനിറ്റ് വിടാതെ നിങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ അത് കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരവും ചെറ്റത്തരവും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം അദ്ദേഹം സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടി വന്നാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഷെഫീന ബീബിയുടെ ആ വീഡിയോ. എങ്ങനെ അവിടെ ഇങ്ങനെ ഒരു സാത്താന്റെ സന്തതി വന്നു പിറന്നു എന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ. ഉമ്മാക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു എന്നോട്, എന്താണ് എന്നെ പറ്റി മോശപ്പെട്ടത്. പ്രായപൂർത്തിയായ ഒരു കുട്ടി വളർന്ന ശേഷം അവൻ എന്ത് ചെയ്യുന്നതിന് ഉത്തരവാദി ഞങ്ങളാണോ? എന്നെ എന്തിനാ വഴക്ക് പറയണേന്ന് മകൾ മനസ്സിലായിട്ടില്ല. പ്രഥമ അധ്യാപികയാണ് കേട്ടോ. പുള്ളിക്കാരത്തി സ്കൂളിലെ ടീച്ചറായിരുന്നു. ഹെഡ് മിസ്ട്രസ് ആയിട്ട് പുള്ളി അതിന് പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. മീൻസ് റിട്ടയർ ആയിട്ട്. പാപ്പ ഡോക്ടറാണ്. നല്ല ഫാമിലി. മകൾ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടിയാണ്. വീട്ടുജോലിയാണ്. ഇപ്പം പുറത്തൊന്നും ജോലിക്ക് പോകുന്നില്ല. എന്റെ ഒരു സംശയം, മിക്കവാറും ആരിഫ് ഹുസൈൻ എപ്പോഴും ഇരുന്നു കൊണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാറി കൂവി നിലവിളിക്കുന്നുണ്ട്. അയാൾ 2 വിവാഹം കഴിച്ചു. ഇത് ഉമ്മ പറഞ്ഞുള്ള അറിവാണ്. 3 മക്കളുമാണ്. അതിൽ 2 പെൺകുട്ടികളുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കാറി പോകുന്ന ആരിഫ് ഹുസൈന് സ്വന്തം പെൺമക്കളുടെ സ്വാതന്ത്ര്യമോ വിദ്യാഭ്യാസമോ അവർക്ക് വേണ്ടിയിട്ട് 10 രൂപ ഫീസ് കൊടുക്കാനോ ആഹാരത്തിന് എന്തെങ്കിലും മാർഗം കാണാനോ തോന്നാത്ത എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ഉമ്മയുടെ ഒരു പകപ്പക നമുക്ക് മനസ്സിലാവും. എന്നെ മോശം പറഞ്ഞ എന്തിന് എന്നുള്ള ചോദ്യവും എനിക്ക് മനസ്സിലാവും. തിരിച്ച് ഞാനൊരു ചോദ്യം ഉമ്മയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇരുന്ന് ചോദിച്ചാൽ തെറ്റും നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്ന് ചോദിക്കുന്നത്. എന്റെ ഒരു ചോദ്യം, നിങ്ങളുടെ മകൻ പറഞ്ഞു ഇസ്ലാമിൽ മാതൃഭോഗം ഉണ്ടെന്ന്. ഒന്നുകിൽ അവർ അത് നിങ്ങൾക്കൊപ്പം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കണക്ക് ഞങ്ങൾ, എന്റെ സഹോദരങ്ങൾ എന്റെ ഉമ്മായിക്കൊപ്പം അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാനും എന്റെ മകനും തമ്മിൽ അങ്ങനെ ആയിരിക്കണം. ഞങ്ങൾക്കൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല.
അപ്പോ തിരിച്ച് ഞങ്ങൾ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്? ടീച്ചറൊക്കെ ആണല്ലോ, ഒന്ന് ആലോചിച്ച് എനിക്കൊരു മറുപടി തന്നാൽ മതിയാകും. നിങ്ങളുടെ അനുഭവത്തിൽ ഉമ്മായി അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. അങ്ങനെ ചിന്തിക്കുന്നത് പോലും പറ്റില്ല. അമ്മാതിരി ഉള്ള ഇടത്ത് അമ്മയെ പ്രാപിക്കുന്നത് തെറ്റില്ല എന്നൊരു സൂറത്ത് ഓതിക്കൊണ്ട് മാം പറയുമ്പോൾ ഈ ഉമ്മ തന്നെ എന്നോട് പറയണം, മകൻ അതിലൊന്നും വലിയ നോളജ് ഇല്ല, വലിയ പഠിത്തമൊന്നും ഇല്ല എന്നുള്ളത്. പെണ്ണിന്റെ വീട്ടുകാർക്ക് കുഴപ്പം അതുകൊണ്ടാണ്. നിങ്ങളുടെ അറിവിലേക്ക് ആ സ്ത്രീയും കുട്ടികളും ഇയാളെ കാത്തിരിക്കുകയാണ്. ഇയാള് വിവാഹമോചനം കൊടുക്കുകയോ അവൾ ഫസഖ് പറയുകയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ കെട്ട് വേർപിരിയാനുള്ള കാരണം, ഒരു പെൺകുട്ടിയുണ്ട് അതില്, അത് വേർപിരിയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്ത് പ്രശ്നം, പണപ്രശ്നം. അവളുടെ ജുവൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇവൻ നന്നായിട്ട് ദൂർത്തടിച്ച് അർമ്മതിച്ച് കളഞ്ഞു. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അത് കേസ് കൊടുത്തു. ആ പൈസ ഈ ഉമ്മാക്ക് കൊടുക്കേണ്ടി വന്നു. ഇതാണ് പുള്ളിയുടെ ലൈഫിലുള്ള ഒരു ട്രാജഡി. അവള് കളഞ്ഞിട്ട് പോയി. ദൂരത്തിനും ആർഭാടത്തിനും വേണ്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹം കഴിച്ചു വരുന്നത്. ജോലിക്കും കൂലിക്കും പോകാതെ ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്ന ഒരുത്തന്റെ കൂടെ എത്ര കാലം ജീവിക്കാൻ പറ്റും? സ്വാഭാവികമായിട്ട് ആ പെണ്ണ് അതിനുള്ള മറുപടി കൊടുത്തു. അവളെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളെ വാട്ടിന് പോവുകയും ചെയ്തു. ഇവൻ ചെലവിനും കൊടുക്കുന്നില്ല, നോക്കുന്നുമില്ല, ഒന്നുമില്ല. രണ്ടാമത് പെട്ടെന്ന് തന്നെ മറ്റൊരു വിവാഹം കഴിച്ചു. പ്രണയ വിവാഹമായിരുന്നു ആദ്യത്തെ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. രണ്ടാമത്തെ വിവാഹം, 2 കുട്ടികൾ, അവർക്കും ചെലവിന് കൊടുക്കുന്നില്ല. ഇരുന്നു കൊണ്ട് പൊതുസമൂഹത്തിനെ അങ്ങ് നന്നാക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്? പലരും ചോദിക്കും, എന്തിനാ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുന്നത്? നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി അറിയണമെങ്കിൽ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയണം. അയാൾ കുടുംബത്തിൽ എന്താണ്? ഉമ്മായും വാപ്പായും നരകയാതനയിലാണുള്ളത്. സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ വാപ്പ. അവിടെ ഇരിപ്പുണ്ട്. വല്ലാത്തൊരു വിഷമത്തിലാണ് ഇരിക്കുന്നത്. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ മകനെ തിരിച്ചു കിട്ടണം. മകനാണെങ്കിൽ സംഘികളുടെ കൂടെ ചേർന്നിട്ട് കാണിക്കുന്ന കോപ്പറയത്തിന് ഒരു കുറവുമില്ല. ഒരു കാര്യം മാത്രം എനിക്ക് ആരിഫിനോട് പറയാനുള്ളത്, ഇപ്പമുള്ള സൗഹൃദങ്ങൾ തൂക്കി തലയിൽ വെക്കും. അവരുടെ ആവശ്യം കഴിയുമ്പോൾ ഒരു ദൂരെ എടുത്തറിയും. അന്ന് കൂടെ ഉണ്ടാവുക ഈ ബന്ധങ്ങളായിരിക്കും, ആ കുഞ്ഞുങ്ങളായിരിക്കും. നിങ്ങളുടെ ഉമ്മ ഉണ്ടാവുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കാരണം ഏകദേശമൊക്കെ ആയിരിക്കുകയാണ് ഒരു പാവം. അപ്പൊ അങ്ങനെയുള്ള നിനക്ക് ആ ബന്ധുക്കളെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് വസ്തുത. അല്ല, നീ ഇസ്ലാമിനെ പറഞ്ഞുകൊണ്ടും സ്വന്തം കുടുംബത്തെ തള്ളി പറഞ്ഞുകൊണ്ടും നീ വലിയ ഹീറോ ആയി നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ ഏറ്റവും വലിയ മടയനെന്ന് ഞാൻ പറയും. ഏറ്റവും വലിയ മടയൻ. ഈ മകനോടൊന്ന് സംസാരിച്ചാൽ അതുപോലും എടുത്തവൻ മാർക്കറ്റ് വൽക്കരിക്കും. അവനതെടുത്ത് യൂട്യൂബിൽ ഇട്ട് കളയും. അങ്ങനെയുള്ള മകനോട് എന്ത് സംസാരിക്കാൻ പറ്റും? നാണം കെടുത്തു. അവർക്കൊരു മകളും കൂടെ ഉണ്ടേ, ആ കുട്ടിയുടെ ഭാവി നോക്കണ്ടേ? അതിനുമുണ്ട് 3 കുഞ്ഞുങ്ങളും. അപ്പൊ അത് നോക്കണ്ടായോ? എഡ്യൂക്കേഷൻ ഇസ്ലാമിൽ കൊടുക്കുന്നില്ല, പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നിടത്ത് ഇവന്റെ ഉമ്മായും പഠിച്ചതാണ്, പെങ്ങളും പഠിച്ചതാണ്, ഇവന്റെ 2 പെണ്ണുങ്ങളും പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ആരിഫ് എന്ന് പറയുന്ന ആ പുരോഹിതൻ 2 കല്യാണം കഴിച്ച് 2നെയും നോക്കാതെ മക്കളെയും എറിഞ്ഞിട്ടിട്ട് തിരിഞ്ഞു നടക്കുന്ന ഇദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിൽ വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു ടീച്ചറാണ്, ഒരു അഡ്മിനിസ്ട്രറാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വാപ്പ ഒരു ഡോക്ടറാണ്, ഇദ്ദേഹത്തിൻ്റെ പെങ്ങൾ ഒരു എൻജിനീയറാണ്, ഇദ്ദേഹവും പഠിച്ചവനാണ്. എങ്ങനെ ഈ സമുദായത്തിൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഈ സമുദായത്തെ അംഗീകരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വാപ്പ എങ്ങനെ ഈ 4 മക്കളെയും പഠിപ്പിച്ച് ഈ നിലയിലെത്തിയെന്ന് ഈ വൃത്തികെട്ടവൻ തീർച്ചയായും അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വൃത്തികെട്ടവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഉമ്മ പറയുന്നുണ്ട്, എന്തെങ്കിലും ഈ മകനോടൊന്നും സംസാരിക്കാൻ വേണ്ടി പറ്റുകയില്ല, ഇവൻ ചെയ്യുന്ന ചെറ്റത്തരത്തിനെല്ലാം എന്തിനാണ് തന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നത് എന്ന് ഉമ്മ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉമ്മാനോട് നമുക്ക് പറയാനുണ്ട്, തീർച്ചയായിട്ടും ഉമ്മ നിങ്ങൾ പഠിപ്പിച്ചെടുത്തതാണ് ആ കുഞ്ഞിൻ്റെ തെറ്റ്. ആ കുട്ടി പറയുന്നത് ഇസ്ലാമിൽ മാതാവിനെ ബോയിക്കാൻ അനുവാദം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ ആ മകനെ നിങ്ങൾ തിരുത്തേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തിരുത്തപ്പെടണം. എവിടെ നിന്നാണ് അവൻ അത് പഠിച്ചു വന്നത് എന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു സംസ്കാരമുണ്ടോ എന്ന് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങളൊരു സാധാരണ ഒരു കുടുംബിനിയൊന്നും മാത്രമല്ല, നിങ്ങൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. നിങ്ങളുടെ മകൻ എങ്ങനെ ഇക്കോലത്തിലായി എന്ന് നിങ്ങളാണ് അത് മറുപടി പറയേണ്ടത്. തീർച്ചയായിട്ടും വാപ്പാക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന ഒരു മനുഷ്യനാണ്, അവരെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത വൃത്തികെട്ട ഒരു മനുഷ്യൻ. ആദ്യത്തെ ഭാര്യയെ കെട്ടി അതിൽ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ പൈസ അടിച്ചു മാറ്റി ലാവിശാക്കി ചെലവാക്കിയതിന് ശേഷം പണിക്കും പോകാതെ വീട്ടിൽ കുത്തിയിരുന്നപ്പോൾ ആദ്യത്തെ ഭാര്യ ഇവനെ വിട്ടിട്ട് പോയി. രണ്ടാമത്തെ ഭാര്യയിലും 2 or 3 കുട്ടികൾ ഇദ്ദേഹത്തിനുണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തിനോ ചെലവിനോ ഒന്നും തന്നെ ഈ വൃത്തികെട്ട മനുഷ്യൻ ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ സംഘപരിവാർ കൊടുക്കുന്ന എന്തോ ഇച്ചിരി തുണ്ടുകൾ വാങ്ങിക്കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനെതിരെ രൂക്ഷമായ രീതിയിൽ വൃത്തികെട്ട ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഈ മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതത്തിലുള്ള അവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. ഇത്തരം മാലിന്യങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ നിന്ന് എടുത്ത് ദൂരെ കളയേണ്ട ഒരു അവസ്ഥ എന്തായാലും സമീപകാലത്തില്ലെങ്കിലും തീർച്ചയായിട്ടും വരും.
ആ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഇത്തരമൊരു കുടുംബത്തെയോ അല്ലെങ്കിൽ ഭാര്യയെയോ അല്ലെങ്കിൽ മക്കളെയോ അല്ലെങ്കിൽ ഉമ്മാനെയോ അല്ലെങ്കിൽ ഉപ്പാനെയോ ഒന്നും നോക്കാത്ത ഇദ്ദേഹം ഞെളിഞ്ഞ് നടന്നുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പറയുന്നത് കേട്ടാൽ അദ്ദേഹമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പുരോഹിതൻ എന്ന് സംശയിച്ചു പോകും. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീഡിയോക്ക് പോയി ലൈക്ക് അടിക്കുകയും അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറ്റം പറയുകയും ചെയ്യുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, അദ്ദേഹം ഒരു മതത്തെയും അദ്ദേഹം താങ്ങി നടക്കുകയില്ല. അദ്ദേഹത്തിന് എന്തോ ഒരു ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹം കൈതട്ടിപ്പോകും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. നിങ്ങൾ പറയും പേഴ്സണൽ വിഷയങ്ങൾ എടുത്തുകൊണ്ട് എന്തിനു സോഷ്യൽ മീഡിയയിൽ. സത്യം പറഞ്ഞാൽ ആ സ്ത്രീ പറഞ്ഞ കാര്യം 100% സത്യമാണ്. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ കയറി നോക്കിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്തുകൊണ്ട് ഇങ്ങനെയായി, എന്താണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ ആരിഫ് എന്ന് പറയുന്ന വൃത്തികെട്ട മനുഷ്യൻ്റെ കുടുംബജീവിതം പറ്റ പരാജയമാണ്. അതുപോലെ തന്നെ ഇവനെ കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അവൻ്റെ ഉമ്മ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ഇവനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതെടുത്ത് യൂട്യൂബിൽ ഇടും എന്നാണ് ആ ഉമ്മ എന്നെ പറയുന്നത്. അത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനാണ് ഇവൻ. അവനാണ് നമ്മൾ ഇസ്ലാമിനെയും അതുപോലെ തന്നെ റസൂലിനെയും അതുപോലെ തന്നെ ഖുർആനെയും എല്ലാം വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് വീഡിയോ എടുത്തിട്ട് നടക്കുന്നത്. എന്നാൽ ഇതൊന്നും അധികകാലം മുന്നോട്ട് പോകില്ല എന്ന് ആരിഫിനോട് സ്നേഹപുരസ്സരം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഒരു ദിവസം വരും, ആ ദിവസത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ് ആരിഫെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.